വെൽക്കം ബാക്ക് ടു ഡിപ്ലോയ് ഹാപ്പിനെസ്. ഇന്ന് പുതിയൊരു ടോപ്പിക്കാണ്, വറീസിനെ പറ്റിയിട്ടാണ്. എല്ലാവർക്കും നമ്മൾക്ക് മനുഷ്യനായി ജനിച്ചാൽ കൊച്ചു നാളിലൊന്നും നമുക്കൊരു വറീസൊന്നും ഉണ്ടാവില്ല, അതൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഒന്ന് മുതിർന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും, അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും യുവാക്കൾക്കും യുവതികൾക്കൊക്കെ വറീസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ വറീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ കാരണക്കാർ നാം തന്നെയാണ്. നാമാണ് തീരുമാനിക്കുന്നത് ഇന്ന് സന്തോഷപ്രദമായി കഴിയണം. അത് നമ്മളുടെ മനസ്സിനെ കൺട്രോളിൽ നമ്മൾ ആ രീതിയിൽ ചിന്തിച്ച് ആ രീതിയിൽ പ്രവർത്തിച്ചാൽ നമുക്ക് സന്തോഷം കിട്ടും. അല്ലെങ്കിൽ അൺഹാപ്പിനെസ്സാണ്. അൺഹാപ്പിനെസ് വന്നാൽ നമുക്ക് വറീസായി, അയ്യോ എനിക്കത് ചെയ്യാൻ പറ്റില്ല, അതൊക്കെ എൻ്റെ ഏറ്റെടുത്ത കാര്യം ജോലിയാണെങ്കിൽ ജോലി കഴിഞ്ഞില്ലല്ലോ. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അയ്യോ കുറേ അധികം പഠിക്കാനുണ്ട്, ഇന്ന് അതൊന്നും കഴിഞ്ഞില്ല, അതാലോചിച്ച് വിഷമിച്ചിരിക്കും. അപ്പോൾ ഈ വറീസിനെ നമ്മൾ മാറ്റിയെടുക്കാൻ നമ്മൾ തന്നെ ഒരു കരുതലെടുക്കേണ്ടതാണ്, അല്ലാതെ മറ്റുള്ളവർക്ക് അത് മാറ്റിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ വറീസ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം. ഈ വറീസ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ എഫിഷ്യൻസി, കോൺസെൻട്രേഷൻ അത് നഷ്ടമാവും. എഫിഷ്യൻസി ഇൻ വർക്ക് ജോലി സ്ഥലത്ത് അത് മുഴുവനാക്കാൻ കഴിയാതെ അതിനെ തലേ ദിവസത്തെ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ മനസ്സ് വേദനിച്ചുകൊണ്ട് ഒരു കാര്യം പൂർത്തീകരിക്കാൻ പറ്റാതെ അങ്ങനെയും പോകുന്നുണ്ട് ചിലർ. അപ്പോൾ കുട്ടികൾക്ക് പഠനത്തിൽ മറ്റുള്ള കാര്യങ്ങൾ അവരിങ്ങനെ ഒരു എക്സാം എഴുതിയെന്ന് കൂട്ട്, ആ എക്സാമിനേഷനിൽ അവന് കോൺഫിഡൻ്റ് ആയിട്ട് അവന് മുഴുവൻ എഴുതാൻ പറ്റില്ല. പക്ഷേ പിറ്റേ ദിവസം അവൻ അതാലോചിച്ചിരിക്കേണ്ട കാര്യമില്ല, അത് കഴിഞ്ഞ് പാസ്റ്റ് ഇസ് പാസ്റ്റ്. ഈ പ്രസൻറ്റിൽ വീണ്ടും നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ ഹാപ്പിനെസ്സിലേക്ക് നമ്മളെത്തും. അപ്പോൾ ഈ വറീസ് നമ്മുടെ ജോലിക്കും എല്ലാ കാര്യങ്ങളെയും ബാധിക്കും. ഇപ്പോൾ ജോലിക്കാരാണെങ്കിൽ ജോലി സ്ഥലത്ത് അത് ബാധിക്കും, കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ സ്കൂളിൽ അത് ബാധിക്കുക, അവരുടെ പഠനത്തെ ബാധിക്കുക. അപ്പോൾ എല്ലാ രീതിയിലും ഈ വറീസ് നമ്മളെ പിന്തുടർന്നാൽ, അതായത് അത് നമ്മൾക്ക് അടിമപ്പെട്ടാൽ, ആ വറീസിൽ നമ്മൾക്ക് ഓവർകം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ എപ്പോഴും ഭയങ്കരമായിട്ട് വറീസ് സങ്കടപ്പെട്ട് വിഷമിച്ച് നമ്മളിങ്ങനെ തള്ളി നിൽക്കും. അത് വേണ്ട. അപ്പോൾ ഒരു വീട്ടുജോലി ചെയ്യുന്ന ഒരു അമ്മ തന്നെ ആയാലും അവർക്ക് ചില ദിവസം അവർക്ക് എന്തെങ്കിലും ഒരു വറീസ് ഉണ്ടെങ്കിൽ അവർ ആ വീട്ടുജോലി തന്നെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ചിലപ്പോൾ അവർ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു ലേസിനെസ് വരും, അല്ലെങ്കിൽ അവർക്ക് അയ്യോ എനിക്ക് ഒന്ന് കിടക്കണമെന്ന് തോന്നും. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പിന്നാലെ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഏത് ജോലിക്കും ഏത് കാര്യത്തിനും വറീസ് എന്നുള്ളത് നമ്മൾ മാറ്റി നിർത്തേണ്ട കാര്യമാണ്. വറീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് വിഷമതകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ഓവർകം ചെയ്യാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വയം തിരഞ്ഞെടുത്ത് അതിൽ നിന്ന് പുറത്ത് കിടക്കണം. അതാണ്. അപ്പോൾ ജോലി സന്തോഷത്തോടെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് വറീസിനെ മാറ്റി നിർത്തുക. വറീസ് നമ്മൾ വേണ്ട എന്ന് വയ്ക്കുക. ഇന്നത്തെ കാര്യം ഞാൻ ഇന്ന് ചെയ്യും, നാളത്തെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ കാര്യം ഞാൻ ഇന്ന് നന്നായിട്ട് ചെയ്തു എന്നുള്ളൊരു കോൺഫിഡൻസിൽ മുന്നോട്ട് പോകുക. ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നെവർ മൈൻഡ്, അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ലേ, ചെയ്തത് അത്രത്തോളം നന്നായിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. പിന്നെ ജോലിയിൽ എപ്പോഴും സന്തോഷമായി ഇരുന്നാലാണ് നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ആക്കാനും അതിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ ഒരു പ്രസൻറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ പ്രോബ്ലംസ് എല്ലാം തീർത്തിട്ട് നമ്മൾ വറീസ് മാറ്റി നിർത്തിയാൽ നമ്മളുടെ ജോലിയിൽ നമ്മൾ സക്സസ് ആവും. ഒരു കാര്യം ഞാൻ പറയാം, വറീസ് കൂടുതലായി ഇങ്ങനെ കണ്ടിന്യൂ ഒരു കാര്യം ഓർത്ത് രണ്ടാമത്തെ ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയിൻ പോലെ ചിലവർക്ക് വിഷമങ്ങളും പ്രോബ്ലംസൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന് ഉറങ്ങാൻ കഴിയാതെ ആ രീതിയിലൊക്കെ പോകുകയാണെങ്കിൽ അവർക്ക് ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല. അതേപോലെ അവരുടെ ജീവിതം മുരടിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം നമ്മളെ സ്വാധീനിക്കുന്ന ഒന്നാണ് നമ്മളുടെ ഈ വറീസ്. ഇനി നമുക്ക് ഈ വറീസിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാം, അതിൽ നിന്ന് എങ്ങനെ പുറത്ത് ചാടി നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ കഴിയും, അതും കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്കതിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയും. അതായത് നമുക്ക് അത് മുക്തി, ആ വറീസിൽ നിന്ന് മുക്തി നേടിയാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് പുറത്ത് കടന്ന് നമുക്ക് സന്തോഷമാകാൻ പറ്റുള്ളൂ. അതിനൊന്ന് രണ്ട് ഒരു 3-4 സ്റ്റെപ്സ് ഉണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഗെറ്റ് ബിസി. അതായത് നമ്മൾ വളരെയധികം തിരക്കുള്ള ജീവിതം നയിക്കാൻ ശ്രമിക്കുക. ചിന്തിക്കാൻ നമുക്ക് സമയം കിട്ടില്ല. വറീസിനോട് നമുക്ക് വിട പറയാൻ പറ്റും. കാരണം എന്നാൽ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് നമുക്ക് അത്യാവശ്യം ചെയ്യാനുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് വീട്ടുപണിയും മറ്റു എല്ലാ കാര്യങ്ങളിലും കുട്ടികളെ പഠിപ്പിക്കലൊക്കെ ആയിട്ട് മുഴുകിപ്പോവും.
അതല്ല, ഇനിയിപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ നമ്മളൊരു പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വായിക്കുക, ഈ നമ്മുടെ ഹോബീസൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്ത് അതിലേക്ക് എൻഗേജ്ഡ് ആവുക. ഈ ഗാർഡനിങ് ഇഷ്ടമുള്ളവർ അടുക്കളത്തോട്ടത്തിലൊക്കെ ഒന്ന് പോയി അത് ചെടികളോടൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞ് അങ്ങനെ ചിലവാക്കാം. അപ്പോൾ എന്തായാലും ഗെറ്റ് ബിസി. അതാണ് നമ്മൾ വീട്ടിലെത്തിയാൽ നമ്മൾ ഒന്നും കൂടി തിരക്കിലേക്ക് പോവുക. അത് നമ്മളുടെ വറീസിനെ മാറ്റി നിർത്താൻ കഴിയും. ഇനി നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ മുതിരാതിരിക്കുക. ചില കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഏറ്റെടുത്ത് വീണ്ടും അത് വറീസിലേക്ക് പോകണ്ട. അപ്പോൾ സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യാൻ പോയാൽ മതി. എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യാൻ നിന്നാൽ അത് സക്സസ് ആയില്ലല്ലോ എന്നോർത്ത് നമ്മൾ വറീസിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ തിരഞ്ഞെടുക്കുക. ഇനി നമ്മൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾക്ക് ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ 3 പീസായിട്ട് നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരായിട്ട് നമ്മൾ അവരെക്കാളും പേടിക്കേണ്ട നമ്മളെ മുഖസ്തുതി പറഞ്ഞ് നമ്മളുടെ അടുത്ത് കൂടുന്നവരെയാണ്. അത് നമുക്ക് വറീസ് ഉണ്ടാക്കും. അപ്പോൾ ഒരു നേരിട്ട് നമ്മളോട് എതിർപ്പ് കാണിക്കുന്ന ഒരാളെക്കാൾ അയാളാണ് നല്ലതല്ലാതെ മുഖസ്തുതി പറഞ്ഞ് നമ്മുടെ കൂടെ വരുന്നവർ അവരെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അവർ നമുക്ക് അൺഹാപ്പിനെസ് തരുന്നവരായിരിക്കും. പിന്നെ വളരെയധികം ഉപകാരപ്പെട്ട ഒരു കാര്യം സെൽഫ് ടോക്ക്. എൻ്റെ വറീസ് എങ്ങനെ വന്നു, ഞാൻ ആരാണ്, ഞാൻ എന്ത് ചെയ്തു, എങ്ങനെ ഇതിൽ നിന്ന് ഓവർകം ചെയ്യാമെന്ന് നമ്മൾ സ്വയം ഒരു വിലയിരുത്തിയിട്ട് നമ്മൾ അതിൽ നിന്ന് പുറത്തിറങ്ങണം. എന്താണ് എൻ്റെ വറീസ് എന്ന് അനലൈസ് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കാനുള്ള വഴികൾ നമുക്ക് നോക്കാം. ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കണമെങ്കിൽ അത് മാറ്റി വയ്ക്കുക. അതൊക്കെ നമ്മൾക്ക് പറ്റും. പിന്നെ ഈ വറീസിലേക്ക് നമ്മൾ പോകുന്നത് നമുക്ക് കോൺസെൻട്രേഷൻ, അത് കുട്ടികൾക്ക് വളരെയധികം ബാധിക്കും കേട്ടോ. ചില കുട്ടികളുണ്ട് ഒരു എക്സാമിനേഷൻ്റെ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് ടെസ്റ്റ് തന്നെ എടുത്താൽ അവർക്ക് വിചാരിച്ചത്ര മാർക്ക് കിട്ടില്ലെങ്കിൽ അത് തന്നെയായിരിക്കും അന്നത്തെ ദിവസം വീട്ടിൽ ചെന്നാൽ അവർക്ക് പഠിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവരെ കോൺസെൻട്രേഷന് പോലും വറീസ് ഇല്ലാതാക്കുക. അപ്പോൾ അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഈ വറീസ് നമ്മളെ പിടികൂടിയാൽ ഈ സങ്കടങ്ങളും ഈ വിഷമതകളും പ്രോബ്ലംസൊക്കെ നമ്മളുടെ പിന്നാലെ എപ്പോഴും ഉണ്ടെങ്കിലും മനസ്സ് കോൺസെൻട്രേഷനെ അത് ബാധിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും നമ്മൾ ചിന്തിക്കുക, ഇന്ന് എൻ്റെ പുതിയൊരു ദിവസമാണ്, ഇന്ന് ഞാൻ ഒരു കോൺഫിഡൻ്റായിട്ട് ഞാൻ അതെല്ലാം ചെയ്യും, എൻ്റെ ഏറ്റെടുത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടു കൂടി ഓഫീസിലേക്കോ അല്ലെങ്കിൽ കമ്പനിയിലേക്കോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ഷോപ്പിലേക്കോ എവിടെയാണ് നമ്മൾ ജോലി ചെയ്യുന്നത് അവിടേക്ക് നമ്മൾ പോവുക. അതായത് തലേ ദിവസത്തെ ചിലപ്പോൾ ഡ്രോബാക്സ് അല്ലെങ്കിൽ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അതിനോട് രാറ്റ പറയുക. പ്രസൻറ്റിൽ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുക. ഓരോ ദിവസവും പുതിയ ദിവസമാണെന്ന് ചിന്തിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകുക. അതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ നമ്മൾ ആ പാസ്റ്റിനെ നമ്മൾ ചിന്തിക്കുന്നില്ല. ഇനി ഈ പ്രസൻറ്റ് നന്നായാലും ഫ്യൂച്ചറും നന്നാവും. അത് ഒരു പ്രധാന കാര്യം. പിന്നെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സേവിങ് മണി ഈസ് എ ഹാബിറ്റ്. ഇറ്റ് ഓൾസോ റെഡ്യൂസസ് അവർ വറീസ്. അതായത് സേവിങ്സ് ഇല്ലാത്ത ഒരാൾക്ക് എപ്പോഴും വറീസ് ആയിരിക്കും. ഇപ്പോൾ ഒരു ഫാമിലി ലൈഫിൽ ഹസ്ബൻഡിന് ഒന്നും സമ്പാദിക്കാൻ കഴിയുന്നില്ല, വൈഫിന് എപ്പോഴും കുട്ടികളുണ്ടെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം എങ്ങനെയാവും, എങ്ങനെ അവർ മുന്നോട്ട് കൊണ്ടുപോകും, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എങ്ങനെ നടത്തും ഇങ്ങനെ ആലോചിച്ച് ഭാര്യയ്ക്ക് എപ്പോഴും വറീസാവും. അപ്പോൾ എന്ത് തന്നെ ആയാലും ഒരു ജീവിതം തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് സേവിങ്സൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചൊക്കെ നമ്മൾക്കൊരു ആശ്വാസം, നമ്മളുടെ വറീസിനെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള വറീസൊക്കെ ഇല്ലാതാക്കാൻ കഴിയും. അപ്പം മനുഷ്യൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് മനുഷ്യൻ തന്നെയാണ്, അല്ലാതെ വേറൊരു യന്ത്രത്തിനോ വേറൊരാൾക്കോ നമ്മളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ തന്നെയാണ് നമ്മളുടെ വറീസിൻ്റെയും സന്തോഷത്തിൻ്റെയും അൺഹാപ്പിനെസ്സിൻ്റെയും ഒക്കെ നെഗറ്റീവ് തോട്ട്സിൻ്റെയും പോസിറ്റീവ് തോട്ട്സിൻ്റെയും ഒക്കെ കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുക. അപ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യുക. താങ്ക് യു.